അനൂപ്, വയനാട്ടിലെ ഒരു തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ എങ്ങനെയാണ്? വയനാട്ടിൽ കഴിഞ്ഞ തവണ 2019 രാഹുൽ ഗാന്ധി 4,60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു വലതുപക്ഷത്തിന് അല്ലെങ്കിൽ UDF-ന് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് വയനാട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ 2019 വിഭിന്നമാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ആനി രാജെ എന്ന ഏറ്റവും കരുത്തയായ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലിറക്കി ശക്തമായ പ്രചാരണം നേരത്തെ തന്നെ ആരംഭിച്ച് അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ LDF-ന് സാധിച്ചു. അതുതന്നെയാണ് LDF-ന് ആത്മവിശ്വാസം നൽകുന്ന ഘടകവും. നമുക്കറിയാം, ഇത്തവണ LDF കണക്കാക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലേക്കല്ലെങ്കിലും സാമാന്യമായ ഒരു ശക്തമായ മത്സരം വയനാട്ടിൽ നടക്കുമെന്നാണ്. അത് കൃത്യമായ രാഷ്ട്രീയ പ്രചാരണങ്ങളാൽ ആ രീതിയിൽ മുൻതൂക്കം LDF നേടിയെടുത്തു എന്നതിൻ്റെ കൂടി ആത്മവിശ്വാസത്തിലാണ്. UDF തന്നെ ഇക്കാര്യം പല നേതാക്കളും നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിൽ ഭൂരിപക്ഷം വിജയിച്ചാൽ തന്നെ അതിൽ വലിയ ഇടിവുണ്ടാകുമെന്നൊരു വിലയിരുത്തൽ UDF നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിനോടുമായി ബന്ധപ്പെട്ട് ലീഗുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കൊടി വിവാദം, അതുപോലെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഈ പൗരത്വ നിയമവും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ മറുപടികളില്ലാത്തതും മറ്റും വലിയ ചർച്ചയായിട്ടുള്ള മണ്ഡലമാണ് വയനാട്. ഏതായാലും ആ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിക്കില്ല എന്നൊരു വിലയിരുത്തൽ കൂടി രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും വയനാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്.